ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പരിപ്പാട അതിനൊന്നും പരിപ്പാടാക്കുമ്പോ ഉള്ളികളെ ചേഞ്ച് ആക്കി ഉള്ളികളാക്കാൻ ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് മക്കളും ഉണ്ടാക്കാൻ. അവർ സെറ്റ് ആയി കുറച്ച് സാധനം വാങ്ങാൻ അങ്ങനെ പണിയാണ്. കുറച്ച് ഉള്ളി തോന്നിച്ചാല് കുറച്ച് പെട്രോൾ ഉള്ളികൾ ഉണ്ടാക്കില്ല. പൊക്കോട കുറച്ചിട്ടാണ്ട് പൊക്കോട്ടുകൊണ്ട് പോകും. അതിന്റെ അടിപൊളി വേണമെന്ന സമയത്ത് ഉള്ളിയൊക്കെ സെറ്റാക്കാം. കടുവ് പരിപ്പനും ഉള്ളിയാണെങ്കിലും നമുക്ക് ഒരേ പണിയാണ്. പരിപ്പം വെള്ളത്തിട്ട് അരക്കാം. നമുക്ക് ഏത് കടി ഉണ്ടാക്കാൻ കുറെ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇവിടെ പോകുന്നതന്നെ ഉണ്ടാക്കാൻ പറ്റും. ഐറ്റംസ് കുറെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പോണ സാഹചര്യം അല്ലാത്തതുകൊണ്ട് നമ്മൾ ആവശ്യത്തിൽ ഉണ്ടാക്കും. ഐറ്റംസ് കുറെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ പക്കോട, പിന്നെ പരിപ്പൂട, മസാല ബോണ്ട ഇതൊക്കെ കൂടുതൽ പോകും. പിന്നെ സാൻഡ്വിച്ച്, പലാപ്പിലൊക്കെ പോകും. ബർഗർ ഒക്കെ പോകുന്നുണ്ട്. അത് കുറച്ച് പോകുന്നുണ്ട്. പിന്നെ ഐറ്റംസ് കുറെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉണ്ടായിട്ട് ആളുകൾ പോകില്ല. സെറ്റ് ആയി കൊടുക്കാൻ അതിന് പക്കോട ഉള്ളികളെ സെറ്റ് ആക്കാൻ ഉള്ളികളെ കൂട്ടാറുണ്ട്. ഉള്ളികള പാത്രമുണ്ടെങ്കിൽ വെള്ളം അറിയാതെ സാധനം ക്ലിയർ ആവില്ല. ഒരു പാകത്തിന് വെള്ളം പാർന്ന് കുഴച്ച് റെഡിയാക്കും. പിന്നെ കുറെ നേരം കുഴച്ച് വെക്കും ചെയ്യാം. വെച്ചാലും സാധനം നാശമായിരിക്കും. ഉള്ളികളും ഇതൊക്കെ സെറ്റാണ് കേട്ടോ. എണ്ണകളും ഉള്ളി സെറ്റാണ്. ഇനി ആളുകൾ ഇറങ്ങിയാൽ മതി. കുട്ടികൾ 5 മിനിറ്റ് ഇറങ്ങും. ഇനി ജഗ പോലെ കയറും. ഏതായാലും സാധനങ്ങളൊക്കെ സെറ്റാകാൻ കഴിഞ്ഞത് വൈകുന്നേരം എല്ലാം റെഡി ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പ്ലീസ് ലൈക്ക് ചെയ്യൂ. അപ്പൊ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഇറക്കിയതാണ്. ഇപ്പൊ ഈ പിന്നെ തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ പുതിയ തുടങ്ങാൻ പാടില്ല. അതെല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.